നമസ്കാരം. സൊസൈറ്റി ഓഫ് ദ സ്നോ ലൈഫിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സർവൈവൽ ഡ്രാമ. ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് 1972 ഉറുഗ്വേയിൽ നടന്നിട്ടുള്ള ഒരു പ്ലെയിൻ ക്രാഷിനെയാണ്. ഇതൊരു സ്പാനിഷ് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. 2023 പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. ചില ആളുകളെങ്കിലും കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണമെന്ന് ഉറപ്പിച്ച് പറയുന്നു. അത്രയേറെ ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് ആദ്യം പറയാം. 1972 ഉറുഗ്വേയിലെ ഒരു ക്ലബിനെ ബേസ് ചെയ്തിട്ടുള്ള റഗ്ബി ടീം അവരുടെ കുറച്ച് കുടുംബാംഗങ്ങളോടൊപ്പം ഒരു മത്സരത്തിന് വേണ്ടി ചിലിയിലേക്ക് യാത്ര ചെയ്യുന്നു. ആ യാത്രക്കിടയിൽ ഏതാണ്ട് 46ഓളം പേരടങ്ങിയിട്ടുള്ള ആ ഒരു പ്ലെയിൻ ഒരു പർവ്വതനിരയിൽ ഇടിച്ച് ക്രാഷാകും. ദെൻ ആഫ്റ്റർ ദാറ്റ് കുറേ പേർ അവിടെ മരണപ്പെടുന്നു. പക്ഷേ കുറേ പേർ ബാക്കിയാവുന്നു, കുറേ പേർ പരിക്കുകളോടെ ബാക്കിയാവും. ദെൻ തുടർന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു 3 മാസത്തോളം അവരുടെ ഒരു സർവൈവൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിനോടുള്ള പൊരുതലൊക്കെയാണ് ഈ സിനിമ പ്രമേയമാക്കിയിരിക്കുന്നത്. ഈ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് 2008 പാബ്ലോ വിയേഴ്സി എഴുതിയ ഒരു ബുക്കുണ്ട്, സെയിം നെയിമിൽ തന്നെ, സൊസൈറ്റി ഓഫ് ദ സ്നോ എന്ന് പറയുന്നത്. ദെൻ ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ജെ ബയോണ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രത്തോളം മനുഷ്യൻ്റെ ഇമോഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് കൊള്ളിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു കഥയാണ്. അതായത് വെറുതെ ഒരു പ്രശ്നത്തിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇതിൽ എത്ര പേർ രക്ഷപ്പെട്ടു എന്നുള്ളതൊന്നുമല്ല നമ്മളെ ഈ സിനിമയിലേക്ക് കണക്റ്റ് ആക്കുക. കാരണം ഇവർ നേരിടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവർ ഒരിക്കലും എന്താ പറയുക, മനുഷ്യരൊന്നും എത്തിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനോ ഒരിക്കലും ശ്രമിക്കാത്ത കുറേ നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങൾ, അവസ്ഥകളിലൂടെ ഈ ആളുകൾ കടന്നു പോകുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നല്ല ക്വാളിറ്റി പ്രിൻ്റ് എടുക്കുക. കാരണം അത് പറയാൻ കാരണം ഇത് ഒരു പർവ്വതത്തിൽ ഇടിച്ച് വീഴുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ദെൻ അവിടെ ഒന്നാകെ മഞ്ഞ് മൂടിയിരിക്കുന്നതാണ്. ഭയങ്കരമായ തണുപ്പും മഞ്ഞും മാത്രമാണ് ഈ സിനിമയിലെ വലിയൊരു ഭാഗം. സോ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമുക്ക് അങ്ങനെയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സിനിമയിൽ കാണിക്കുന്ന പല രംഗങ്ങളും വളരെയധികം നമ്മളെ കൊളുത്തി വലിക്കുന്നതോ നമ്മളെ വിഷമത്തിലാക്കുന്നതൊക്കെ ഇൻസിഡൻറ്റുകളൊക്കെയാണ്. തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചത്. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കേണ്ട ഒരു വലിയൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരിക്കും.